ഹായ്, ഏവർക്കും നമസ്കാരം. ADA 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്ക്വയർ റൂട്ട് അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യൂബ് റൂട്ടിൻ്റെ കാൽക്കുലേഷനാണ്. സ്ക്വയർ റൂട്ട് കഴിഞ്ഞ അടുത്ത് നമുക്ക് ക്യൂബ് റൂട്ടിൻ്റെ കാൽക്കുലേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻസും അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട്സും ബാക്കി കാര്യങ്ങളെല്ലാം തൊട്ട് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിലെ വീഡിയോസ് അവൈലബിൾ ആണ്, നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ റെയിൽവേ NTPCയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ 17-ാം തീയതി നമുക്ക് ബാച്ച് സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അത്യാവശ്യത്തിലധികം സമയമുണ്ട്, ഏകദേശം 6 മാസത്തോളം നമുക്ക് സമയം കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 2025 തുടക്കത്തിലേക്കായിരിക്കും നമുക്ക് ഈ എക്സാം വരുന്നുണ്ടാവുക. ALPയുടെ നോട്ടിഫിക്കേഷൻ, റെയിൽവേയുടെ ALP നോട്ടിഫിക്കേഷൻ ഏപ്രിൽ വന്നതാണ്. ഈ ഒക്ടോബറിലാണ് പരീക്ഷ നടക്കാൻ ഉണ്ടാവുക. അപ്പോഴത്തേനും നമുക്ക് അതിനനുസരിച്ച് ബാക്കിയുള്ള പാരാമെഡിക്കലിൻ്റെ എക്സാം നടക്കാനുണ്ട്, അതുപോലെ JEEയുടെ എക്സാം നടക്കാനുണ്ട്. ഓക്കെ, പിന്നെയാണ് NTPCയുടെ എക്സാം നടക്കുക. ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കും റെയിൽവേ എക്സാം നടത്തുക. അതിനുശേഷം ഒക്ടോബറിലെത്തേക്കും ഗ്രൂപ്പ് Dയുടെ നോട്ടിഫിക്കേഷനും നമുക്ക് അവൈലബിൾ ആവും കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സുകളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടന്റ് ലെവലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ മെയിൻ ചാനലിനകത്തും, അതായത് ADA 24/7 മലയാളം ചാനലിനകത്തും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും രണ്ട് ചാനലും, ADA 24/7 മലയാളം, അതുപോലെ ADA 24/7 മലയാളം റെയിൽവേ ബാങ്ക് SSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ എന്തായാലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ക്യൂബ് റൂട്ടിൻ്റെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്തത് അതേ മെത്തേഡ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. 1ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. 2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 3ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. 4ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. 5ൻ്റെ ക്യൂബ് അറിയാലോ, 125. 6ൻ്റെ ക്യൂബ് വരുമ്പോഴത്തേക്കും 216. 7ൻ്റെ ക്യൂബ് വരുമ്പോഴത്തേക്കും 343 വരും. 8ൻ്റെ ക്യൂബ് വരുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണ് വരുന്നത്, 512 വരും. 9ൻ്റെ ക്യൂബ് വരുമ്പോഴത്തേക്കും എത്രയാണ്, 729 വരും. 10ൻ്റെ ക്യൂബ് 1000. ഇത്രയുമാണ് നമ്മുടെ നമ്പേഴ്സിൻ്റെ ക്യൂബായിട്ട് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കണം. ഇതിൻ്റെ ആവശ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെയാണോ പഠിച്ചത്, യൂണിറ്റ് ഡിജിറ്റിൽ എന്താ പറയുക, നമ്പേഴ്സ് കൺസിഡർ ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മുന്നോട്ട് പോയത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഈ നമ്പേഴ്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റുള്ള നമ്പേഴ്സ് നമുക്ക് നോക്കണം. 1ൻ്റെ ക്യൂബ് അവസാനിക്കുന്നത് 1-ൽ തന്നെയാണ്. ഓക്കെ, 2ൻ്റെ ക്യൂബ് അവസാനിക്കുന്നത് 8-ലാണ്. 3ൻ്റെ ക്യൂബ് അവസാനിക്കുന്നത് 7-ലാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ പഠിക്കാം. 1 1-ലാണ് അവസാനിക്കുന്നത്. 2 വരുമ്പോഴത്തേക്കും എത്രയാണ്, 8-ലായിരിക്കും അവസാനിക്കുന്നത്. 3 വരുമ്പോഴത്തേക്കും 7-ലായിരിക്കും അവസാനം. അതായത് നമുക്ക് എത്ര വലിയ നമ്പർ തന്നിരുന്നാലും അതിൻ്റെ എല്ലാം യൂണിറ്റ് പ്ലേസിൽ ഈ പറയുന്ന നമ്പറാണ് വരുന്നതെങ്കിൽ അതിൻ്റെ എല്ലാം ക്യൂബ് റൂട്ട് വരുമ്പോഴും അതിൻ്റെ യൂണിറ്റ് പ്ലേസ് ഇപ്പോഴത്തെ സൈഡിലുള്ള ഈ പറയുന്ന നമ്പേഴ്സ് ആയിരിക്കും വരാൻ സാധ്യത ഉണ്ടാവുക. 4ൻ്റെ അവസാനിക്കുന്നത് 4-ൽ തന്നെയാണ്. 5ൻ്റെ അവസാനിക്കുന്നത് 5-ൽ തന്നെയാണ്. 6ൻ്റെ അവസാനിക്കുന്നത് 6-ൽ തന്നെയാണ്. 7ൻ്റെത് 3, അതുപോലെ 8ൻ്റെത് 2, 9ൻ്റെ അവസാനിക്കുന്നത് 9-ൽ തന്നെയാണ്. 10ൻ്റെ എന്തായാലും പിന്നെ 0ആണ്, നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇതിൽ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു 3 സെറ്റ്, അതുപോലെ ഇത് ചോദ്യത്തിൽ യൂണിറ്റ് പ്ലേസിൽ ഏതാണോ തന്നിരിക്കുന്നത് അത് തന്നെയായിരിക്കും ആൻസറിലും വന്നിട്ടുണ്ടാവുക. ഓക്കെ, ക്യൂബ് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, കാരണം 4ൻ്റെ അവസാനിക്കുന്ന 4-ലാണ്, 5ൻ്റെ അവസാനിക്കുന്ന 5-ലാണ്, 6ൻ്റെ അവസാനിക്കുന്ന 6-ലാണ്, 9ൻ്റെ അവസാനിക്കുന്നത് എന്ത് തന്നെയാണ്, 9-ലാണ്. ഇനി അടുത്തൊരു സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2ഉം 8ഉം അതുപോലെ 8ഉം 2ഉം 2-ലാണ് ചോദ്യത്തിൽ വന്നിരിക്കുകയാണെങ്കിൽ ക്യൂബ് റൂട്ടിലേക്ക് വരുമ്പോൾ അത് 8-ലായിരിക്കും അവസാനിക്കുന്നത്. 8-ലാണ് ചോദ്യം അവസാനിക്കുന്നത്, ചോദ്യത്തിൻ്റെ യൂണിറ്റ് പ്ലേസ് ഉള്ളതെങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് ക്യൂബ് റൂട്ടിലേക്ക് വരുമ്പോൾ 2-ലായിരിക്കും അത് അവസാനിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെത് 3 7-ലും 7 എത്രയിലായിരിക്കും, 3-ലും അവസാനിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം നോക്കുക. അതുപോലെ 1 നമ്മുടെ ഫസ്റ്റ് സെറ്റിൽ വരുന്ന കാര്യം തന്നെയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താനുള്ളത്. 1-ൽ വരുന്നത് 1-ൽ തന്നെയായിരിക്കും അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് നോക്കണം. ഇത് വെച്ചിട്ടാവണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ക്യൂബ് റൂട്ടിലേക്ക് പോകേണ്ടത് കേട്ടോ. ക്യൂബ് റൂട്ടിലേക്ക് പോകേണ്ടത് ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടായിരിക്കും പോകേണ്ടത്. ഓക്കെ, നമുക്ക് ചോദ്യം ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ക്യൂബ് റൂട്ട് ഓഫ് 13,824 13,824 സ്ക്വയർ റൂട്ടിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആദ്യത്തെ 2 ഗ്രൂപ്പ് ചെയ്തു. ഇവിടെ ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ 3 നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ 824 എന്ന് പറയുന്ന ഒരുമിച്ച് എടുക്കുക. അതിൻ്റെ യൂണിറ്റ് പ്ലേസ് നോക്കുക. യൂണിറ്റ് പ്ലേസ് ഏതാണ്, 4-ആണ്. 4-ആണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ചോദ്യത്തിൽ 4-ആണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നതെങ്കിൽ ആൻസറിലും എന്തായിരിക്കും വരുന്നത്, 4 തന്നെയായിരിക്കും യൂണിറ്റ് പ്ലേസിൽ വരുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഉത്തരത്തിൻ്റെ യൂണിറ്റ് പ്ലേസും എന്ത് തന്നെയാണ്, 4 തന്നെയാണ്. ഇനി ഇതിനെ
തൊട്ട് മുന്നേ ഉള്ള ഡിജിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബാക്കിയുള്ള നമ്പർ എത്ര എണ്ണമാണോ അത് ഗ്രൂപ്പ് ഒന്നും ചെയ്യട്ടെ, ബാക്കിയുള്ള നമ്പർ എത്രയാണോ അത് ഫുള്ളായിട്ട് അങ്ങ് എടുക്കുക. ഇവിടെ 2 നമ്പറേ ഉള്ളൂ, 13. 13ന് തൊട്ട് മുന്നേ കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതെന്ന് നോക്കുക. ഏതാണ്? 8 ആണ് അല്ലേ? 8 ആണ് പെർഫെക്റ്റ് ക്യൂബ്. അടുത്ത് വരുമ്പോൾ 27 ആവും, 3ൻ്റെ അല്ലേ? 8 ഏതിൻ്റെ ക്യൂബാണ്? 2ൻ്റെതാണ്. 2ൻ്റെ ക്യൂബാണ് 8. അപ്പോൾ ഇതിൻ്റെ ക്യൂബ് റൂട്ട് നമുക്ക് ആൻസർ ഏതായിരിക്കും വരുന്നത്? 24 ആണ്. 24ൻ്റെ ക്യൂബാണ് 13,824 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 13,824ൻ്റെ ക്യൂബ് റൂട്ട് ഏതാണ്? 24 ആണ്. പറഞ്ഞു മനസ്സിലായല്ലോ? റൈറ്റിൽ നിന്നും 3 വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. അതിൻ്റെ യൂണിറ്റ് പ്ലേസ് നോക്കുക. 4 ഇവിടെ 4 അവസാനിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഉത്തരം 1 അവസാനിക്കുന്നത്, 4 അവസാനിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള നമ്പർ ഫുൾ ആയിട്ട് അങ്ങ് എടുക്കുക. ഇവിടെ 13 ആണ്. ആ നമ്പറിന് തൊട്ട് മുന്നേ ഉള്ള പെർഫെക്റ്റ് ക്യൂബ്, അവിടെ സ്ക്വയർ എടുത്തു, ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു? ക്യൂബ് എടുക്കുന്നു. പെർഫെക്റ്റ് ക്യൂബ് ഏതാ? 8 ആണ്. 8 ഏതിൻ്റെ ക്യൂബാണ്? 2. അപ്പോൾ അതായിരിക്കും നമ്മുടെ ആൻസർ. 24 ആയിരിക്കും ആൻസർ. ഇതേ രീതിക്ക് അടുത്ത് നോക്കാം. 3, 2, 7, 6, 8 റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആദ്യത്തെ 3 ഉണ്ട്. അപ്പോൾ 768 ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാം. 8ലാണ് അവസാനിക്കുന്നത്. 8ൽ അവസാനിക്കുന്നതിന് നമ്മുടെ ആൻസർ എന്തിലായിരിക്കും അവസാനിക്കുന്നത്? 2ലായിരിക്കും. അത് നമ്മൾ കണ്ടതാണ് അല്ലേ? 2ലാണ് ചോദ്യമെങ്കിൽ 8ൽ അവസാനിക്കും. 8ലാണ് ചോദ്യമെങ്കിൽ 2ലായിരിക്കും ആൻസർ അവസാനിക്കുന്നത് അല്ലേ? ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നോക്കുക 32 തൊട്ട് മുന്നേ കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27 ആണ്. 27 ഏതിൻ്റെയാണ്? 3. കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 32. കണ്ടോ? സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാര്യങ്ങൾ. അടുത്ത് നോക്കുക. ക്യൂബ് റൂട്ട് ഓഫ് 148,877 അവസാനത്തെ 3 7ആണ്. 7ലാണ് അവസാനിക്കുന്നെങ്കിൽ എന്ത് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്? 3ലായിരിക്കും വരുന്നുണ്ടാവും അല്ലേ? 3ലാണ് ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഉത്തരത്തിൽ 7ലായിരിക്കും അവസാനിക്കുന്നത്. അടുത്ത് ചോദ്യം 7ലാണെങ്കിൽ ഉത്തരം ഏതിലായിരിക്കും? 3ലായിരിക്കും അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഏതാ കൊടുക്കാൻ പറ്റുന്നത്? 3 ആണ്. അടുത്ത് 148 തൊട്ട് മുന്നേ കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതെന്ന് നോക്കുക അല്ലേ? നമുക്ക് ഏതായിരിക്കും വരാൻ പറ്റുന്നത്? 125 പറയാം, 5ൻ്റെ ക്യൂബ്. അടുത്തത് 216 ആവും, 6ൻ്റെ ക്യൂബ്. അപ്പോൾ 125 ആയിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നത്. 148 മുന്നേ കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ക്യൂബ് അത് ഏതിൻ്റെയാണ്? 5ൻ്റെ ക്യൂബാണ്. 5ൻ്റെ ക്യൂബാണ് 125. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 53. 53ൻ്റെ ക്യൂബാണ് ഏതെന്ന് പറയുന്നത്? 148, 877 എന്ന് പറയുന്നത്. ആദ്യത്തെ 3 മാത്രം ഗ്രൂപ്പ് ചെയ്യുക. ബാക്കിയുള്ള നമ്പർ എത്രയാണോ അത് ഒരുമിച്ച് അങ്ങ് ചേർത്തെടുക്കുക. അതിനനുസരിച്ച് ആൻസറിലേക്ക് പോകാം. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്യൂബ് റൂട്ട് ഓഫ് 357,911 സെയിം എന്ത് ചെയ്യുക? 3 1ലാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ 1 തന്നെയായിരിക്കും. 1ലായിരിക്കും അവസാനിക്കുന്നുണ്ടാവുക. 357 ആണ് നമ്പർ. ബാക്കിയുള്ള ഫ്രണ്ടിലുള്ള നമ്പർ. അപ്പോൾ 357 തൊട്ട് മുന്നേ കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ക്യൂബ് അത് നോക്കുക. ഏതിൻ്റെയാണ്? 7ൻ്റെ ക്യൂബാണ്. 343 നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ? 343 എടുക്കാം. 343 എന്ന് പറയുമ്പോൾ ഏതിൻ്റെയാണ്? 7ൻ്റെ ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാ? കഴിഞ്ഞു, 71. കേട്ടോ? പേന വേണ്ട, പേപ്പർ വേണ്ട, നമ്മൾ ചിന്തിച്ച് എഴുതിയാൽ മതി. അടുത്ത് നോക്കുക. പക്ഷേ നമുക്ക് 1 മുതൽ എന്തായാലും 10 വരെയുള്ളതിൻ്റെ ക്യൂബ്, അല്ലെങ്കിൽ 20, 15 വരെയുള്ളതിൻ്റെ ക്യൂബ് നമുക്ക് അറിഞ്ഞിരിക്കാം അല്ലേ? 10 വരെ ഉള്ളതെങ്കിൽ അറ്റ്ലീസ്റ്റ് പഠിച്ചു വയ്ക്കുക. അത് നമുക്ക് ആവശ്യം വരും. ഇവിടെ നോക്കുക 5ലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 5ൽ തന്നെയായിരിക്കും നമ്മുടെ ആൻസർ അവസാനിക്കുന്നത്. 216 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ഏതാണ്? 6ൻ്റെയാണ്. പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. ഏത് തന്നെയായിരിക്കും? 65 ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 85,184 ഇതിൻ്റെ ഉത്തരം എത്രയാണെന്നുള്ളത് നിങ്ങൾ ഇതേ രീതിക്ക് കണ്ടുപിടിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്ത് കണ്ടുപിടിച്ച് അതെന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള വർക്കാണ്. ഇതിൻ്റെ ആൻസർ എത്രയെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? വിവിധങ്ങളായ ട്രിക്കുണ്ട്. കാൽക്കുലേഷൻ എത്രത്തോളം ഈസി ആക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ, എത്രത്തോളം കുറച്ച് സമയത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത്രത്തോളം ഈസി ആയിരിക്കും നമ്മുടെ എന്താ പറയുക പരീക്ഷ എന്ന് പറയുന്നത് കേട്ടോ. കാരണം ബാക്കി ഈ കാൽക്കുലേഷൻ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് അറിയാം, ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ കാൽക്കുലേഷൻ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് എത്രത്തോളം റെഡ്യൂസ് ചെയ്യാം, അതിൽ നമ്മൾ ചിന്തിക്കുന്ന സമയം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അതായിരിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് എല്ലാ ക്വസ്റ്റ്യനിലേക്കും നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ഈസി മാർഗ്ഗം എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മുടെ ടെൻഷനും കുറയ്ക്കും, നമുക്കുള്ള സമയം കിട്ടും, സമയനഷ്ടം ഉണ്ടാകത്തില്ല. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എബിലിറ്റി അറിയാം. നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുക. അഡീഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും ക്യൂബ് കണ്ടുപിടിക്കാനായാലും സ്ക്വയർ കണ്ടുപിടിക്കാനായാലും റൂട്ട് കണ്ടുപിടിക്കാനായാലും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. 1-2 മണിക്കൂർ ഈ പ്രാക്ടീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അങ്ങ് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ടും പഠിക്കാം. നമുക്ക് NTPC നോട്ടിഫിക്കേഷൻ വന്നിട്ട് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബാച്ച് അവൈലബിൾ ആണ് കേട്ടോ. കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഈ 17-ാം തീയതി തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 17-ാം തീയതി തൊട്ട് എക്സാമിന് മുന്നേ നമ്മൾ കംപ്ലീറ്റും കവർ ചെയ്ത് നിങ്ങളെ അതിന് പ്രാപ്തരാക്കുന്ന രീതിക്കുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഒന്നുകിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഈ ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷനിൽ സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക. അതിൽ കേരള സ്റ്റേറ്റ് എടുക്കുക. അതിൽ
കേരള റെയിൽവേ അവൈലബിൾ ആണ്. കേരള റെയിൽവേയിൽ NTPCയുടെ ബാച്ച് അവൈലബിൾ ആട്ടോ. NTPCയുടെ ബാച്ച് ആകുമ്പോഴത്തേക്ക് 17 സെപ്റ്റംബറിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏകദേശം 2200 രൂപയോളം സ്പെൻഡ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഓഫറുണ്ട്, 27% ഡിസ്കൗണ്ട് ആണ് നിലവിൽ ഓണം ഓഫറായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ. സ്റ്റേറ്റ് എക്സാംസ് കേരള റെയിൽവേ, അവിടെ നിന്ന് NTPC. ബൈ നൗ കൊടുക്കുക, അവിടെ Y907 എന്നുള്ള കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യണം കേട്ടോ. Y907 എന്നുള്ള കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 2238 രൂപയ്ക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ വാലിഡിറ്റി നോക്കുക, ഡബിൾ വാലിഡിറ്റി ഇപ്പോൾ നേടാൻ പറ്റും കേട്ടോ. ഒരു 2 വർഷത്തേക്ക് 12+12. നോർമലി ആ ഒരു കോഴ്സ് 1 വർഷത്തേക്കാണ് വാലിഡിറ്റി വരുന്നത്. അപ്പോൾ 3066 രൂപയ്ക്കാണ് നോർമലായിട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ 27% ഡിസ്കൗണ്ടാണ്. 27% ഡിസ്കൗണ്ട് നേടിയിട്ട് ഈ ഡബിൾ വാലിഡിറ്റി നേടി 2 വർഷത്തേക്ക് ഇതിൻ്റെ ആക്സസ് കിട്ടും. ഈ കണ്ടന്റ് എല്ലാം നിങ്ങൾക്ക് 2 വർഷത്തെ യൂസ് ചെയ്യാം. അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യുക. 17-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത്. ഫസ്റ്റ് ക്ലാസ് തൊട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക, ക്ലാസ് മിസ്സാക്കാതിരിക്കുക കേട്ടോ. അതിനനുസരിച്ചുള്ള ഓറിയൻറ്റേഷനും ബാക്കി കാര്യങ്ങളെല്ലാം തുടക്കം തൊട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ആദ്യമേ തൊട്ട് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങ് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് പോകാൻ പറ്റും. ഒരു ദിവസം ബ്രേക്ക് ആവത്തില്ല. എക്സാം അടുക്കട്ടെ, ഇനി മാസം ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ നമ്മൾ നോക്കിയിരിക്കരുത്. നമുക്ക് പഠിച്ച് തീർക്കാനായിട്ട് ഒത്തിരി ഉണ്ട്. 40 മാർക്ക് GK, 30 റീസണിങ്ങും, 30 മാത്സും ആണ്. അപ്പോൾ 40 മാർക്ക് GK ആണെങ്കിൽ നമുക്ക് വൈഡായിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ മാത്സ് കവർ ചെയ്യാനുണ്ട്, GK കവർ ചെയ്യാനുണ്ട്, റീസണിങ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കുക. 2 എക്സാംസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളത് ജോയിൻ ചെയ്യുക. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. NTPC ഇപ്പോൾ നിങ്ങൾ കേരള റെയിൽവേയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സെക്ഷനകത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോഴത്തേക്ക് കണ്ടോ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. NTPCയുടെ CBT 1-ൻ്റെ ആയാലും CBT 2-ൻ്റെ ആയാലും ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. RPFൻ്റെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 169 രൂപയ്ക്കാണ് അത് കിടക്കുന്നത്. നിങ്ങളതിൽ Y907 ഒരു ബുക്സോ ടെസ്റ്റ് സീരീസോ ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നോർമൽ കോഡിനോടുകൂടി എസ്സും കൂടെ ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് 165 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ CBT 1-നും CBT 2-നായിട്ട് 1 വർഷത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോഴ്സിനകത്ത് ഇത് അവൈലബിൾ ആയിരിക്കും. അല്ല സെപ്പറേറ്റ് ടെസ്റ്റ് സീരീസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ട കോഡ് എന്ന് പറയുന്നത് Y907. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇത് മാത്രം മതി. പക്ഷേ ടെസ്റ്റ് സീരീസോ ബുക്സോ ബുക്സോ ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു എസ്സും കൂടെ ചേർക്കണം. എന്നാലേ ഈ ഒരു ഡിസ്കൗണ്ട് ഓഫർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ 165 രൂപയ്ക്ക് ഈ NTPCയുടെ ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. ന് മുകളിൽ ടെസ്റ്റ് സീരീസ് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നിലവിൽ CBT 1-ൻ്റെ മാത്രമായിരിക്കും ആഡായിട്ടുണ്ടാവുക. നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ഷെഡ്യൂൾ അനുസരിച്ച് വന്നിട്ടുണ്ട്. ഏത് ദിവസമാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ 2 എക്സാംസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നോക്കുക, ബാക്കിയുള്ളതെല്ലാം ഏത് ദിവസമാണ് വരുന്നുള്ള ഷെഡ്യൂൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയി. ആ ഷെഡ്യൂളിനനുസരിച്ച് അതിനകത്ത് എക്സാം അപ്ഡേറ്റ് ആവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെക്ക് ചെയ്ത് നോക്കും. ഇത് ഓൾ ഇന്ത്യ ലെവലിലുള്ള എക്സാം ആണ്. ഓൾ ഇന്ത്യ ലെവലിലുള്ള എക്സാം ആകുമ്പോൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള സ്റ്റുഡൻസുമായിട്ട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കോമ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ മാർക്കോ അതിൻ്റെ അനാലിസിസും എല്ലാം, എത്രയാണ് നിങ്ങളുടെ സ്ഥാനം, അതിന് മുകളിൽ എത്ര ആൾക്കാരുണ്ട്, അവരുടെ മാർക്ക് എത്രയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ സംഭവം. നമുക്ക് കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ കോഴ്സിനകത്ത് ക്ലാസ്സും കിട്ടും, ഈ ടെസ്റ്റ് സീരീസും എല്ലാം കിട്ടും. ഇനി ഇതുപോലെ തന്നെ NTPCയുടെ ടെസ്റ്റ് സീരീസ് പോലെ തന്നെ നമ്മുടെ ബുക്ക് അവൈലബിൾ ആണ്. CBT 1-നും CBT 2-നും വേണ്ടിയിട്ടുള്ള ബുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട കോഡ് ഇത് തന്നെയാണ്, Y907 എന്നുള്ള കൂപ്പൺ കോഡ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം കേട്ടോ. 555 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കോഴ്സ്, ആ ഒരു ടെസ്റ്റ് ബുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ബുക്കാണ്, ബുക്ക് അവൈലബിൾ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇതെല്ലാം Y907 എന്നുള്ള കൂപ്പൺ കോഡിലാണ് ടെസ്റ്റ് സീരീസും അതുപോലെ ബുക്കും പർച്ചേസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഇതെല്ലാം വേണം,
ഈ ബുക്ക് വേണം, അതുപോലെ ടെസ്റ്റ് സീരീസ് വേണം, ക്ലാസ് വേണം, സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാനും പറ്റുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. അതാണ് നമ്മുടെ കേരള മഹാപാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ടെസ്റ്റ് സീരീസ് ആയാലും ഈ ബുക്ക് ആയാലും അതുപോലെ തന്നെ എന്താണ് വേറെ SSCക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള കോഴ്സ് ആയാലും PSCയുടെ ആയാലും എല്ലാ കോഴ്സസും ഇതിനകത്ത് അവൈലബിൾ ആവും. ഏകദേശം 3400 രൂപ സ്പെൻഡ് ചെയ്താൽ മതിയാവും നിങ്ങൾ. അതിന് Y907 എന്നുള്ള കൂപ്പൺ കോഡ് എൻ്റർ ചെയ്താൽ മതി. ഏകദേശം 3400 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് 434 രൂപയ്ക്ക് ഈ ഒരു മെഗാ പാക്ക് കിട്ടും. അപ്പോൾ ഒരു വർഷത്തേക്ക് ആക്സസ്. അപ്പോൾ ഒരു വർഷത്തേക്ക് ആക്സസ് ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഏത് പരീക്ഷയ്ക്കാണെങ്കിലും പ്രിപ്പയർ. ഇപ്പോൾ NTPC കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത് വരുന്ന പരീക്ഷ ഇതിനകത്താക്കി ആഡ് ആവും. ഏതൊക്കെ കോഴ്സസ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇതിനകത്ത് ആഡ് ആവുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങളത് ആക്കുമ്പോഴത്തേക്കും ഡബിൾ വാലിഡിറ്റി, ഓണം ഓഫർ അനുസരിച്ച് 27% ഡിസ്കൗണ്ടും ഡബിൾ വാലിഡിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫക്റ്റീവ് ആയിട്ട് ഒരു വർഷത്തേക്കുള്ള പഠനം നടത്താം. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ഏതെങ്കിലും ഒരു ജോലിയിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് യൂട്ടിലൈസ് ചെയ്യുക. കോഡ് മറക്കണ്ട Y907. നമുക്ക് വീണ്ടും ഒരു സെഷനുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.